ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 65, ശ്ലോകം 7, 8, 9. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഖായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 7. കാച്ചിൻ ഗൃഹാർക്കില നിരേതുമാപാരയന്ത്യാസ്ത്വമേവ ദേവ ഹൃദയേ സുദൃഢം വിഭാവ്യ ദേഹം വിധൂയ പരിൽ സുഖരൂപമേകം ത്വാമവിശ്യൻ പരമിമാ നനോ ധന്യധന്യ. അന്വയം അർത്ഥം. ദേവ ഭഗവൻ, കാച്ചിത് കില വേറെ ചില ഗോപികമാരാകട്ടെ, ഗൃഹാൻ തൻ്റെ ഗൃഹത്തിൽ നിന്ന്, നിരേതും പുറത്തു പോകുന്നതിന്, അപാരയന്ത്യ കഴിയാത്തവരായി, ഹൃദയെ മനസ്സിൽ, ത്വാം യേവ അങ്ങയെ തന്നെ, സുദൃഢം ഉറപ്പായി, വിഭാവ്യ ധ്യാനിച്ചിട്ട്, ദേഹം ഭൗതിക ശരീരത്തെ, വിധൂയ തള്ളിക്കളഞ്ഞ്, പരചിൽ സുഖരൂപം പരമാനന്ദ രൂപമായി, ഏകം ഏകനായി, പരം എല്ലാറ്റിനും അതീതനായിരിക്കുന്ന ത്വാം അങ്ങയെ ആവിശ്യൻ പ്രാപിച്ചു, ഇമ ഇവർ, ധന്യധന്യ നനു അതിപുണ്യവതികളാകുന്നു. ഹരി. സാരം. വേണുനാദം കേട്ട ഉടനെ ചില ഗോപവനിതകൾ ബന്ധുക്കളുടെ തടസ്സം നിമിത്തം പോകാനാകാതെ ദൃഢമായി മനസ്സിൽ ഭഗവാനെ ധ്യാനിച്ചു. ദേഹത്തെ തള്ളിക്കളഞ്ഞ് ബ്രഹ്മാനന്ദ സ്വരൂപത്തെ, ഏകനും അദ്വിതീയനും ആനന്ദസ്വരൂപനുമായ അങ്ങയെ പ്രാപിച്ച് അങ്ങിൽ ലയിച്ചു. ഹരിവു. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 8. ജരാത്മനാ പരമാത്മദയാ സ്മരന്ത്യോ നര്യോ ഗതാ പരമഹംസഗതിം ക്ഷണേന തം ത്വാം പ്രകാശ പരമാത്മാതനും കഥഞ്ചിൻ ചിത്തേ വകനമൃതം ആശ്രമം അശ്നുവീയാം. അന്വയം അർത്ഥം. നാര്യ സ്ത്രീകൾ എന്ന പരമാത്മതയാ പരമാത്മാവായിട്ടല്ല, ജരാത്മന ജാരൻ എന്ന ഭാവത്തോടുകൂടി, സ്മരന്ത്യ അങ്ങയെ സ്മരിക്കുന്നവരായ, ക്ഷണേന വേഗത്തിൽ, പരമഹംസഗതി പരമഹംസരെന്ന മഹായോഗികൾക്കു കിട്ടുന്ന മോക്ഷം, തത് അതുകൊണ്ട്, പ്രകാശ പരമാത്മാതനും പ്രകാശിക്കുന്ന പരമാത്മ സ്വരൂപത്തോടുകൂടിയ ത്വാം അങ്ങയെ, കഥഞ്ചിൻ എങ്ങനെയെങ്കിലും, ചിത്തെ മനസ്സിൽ, വഹൻ വഹിച്ചിട്ട്, അഹമവി ഞാനും, അശ്രമം ശ്രമം കൂടാതെ, അമൃതം മോക്ഷം, അശ്നുവീയ പ്രാപിക്കും. ഹരിവു. സാരം. ഗോപവനിതകൾ പരബ്രഹ്മം എന്ന് ചിന്തിച്ച് ധ്യാനിക്കാതെ, ജരൻ അജ്ഞാനനാശകനായ ഗുരു എന്ന് കരുതി ധ്യാനിച്ച് പരമഹംസപദം പ്രാപിച്ചു. അതുപോലെ ഞാനും പ്രകാശരൂപമായ പരമാത്മസ്വരൂപത്തെ ചിത്തത്തിൽ വച്ച് അമൃതത്വത്തെ പ്രാപിക്കുമാറാകട്ടെ. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 9. അപ്യാസഗതാഭിൻ അഭിതോ വൃജസുന്ദരീഭിൻ മുക്താസ്മിതാർദ്രവദന കരുണാവലോകീ നിസീമകാന്തി ജലതീസ്ത്വമപേക്ഷ്യമാണോ വിശ്വയ ഹൃദ്യാ ഹരേ മേ പവനേശ്വരോഗാൻ. അന്വയം അർത്ഥം. അഭി അടുക്കൽ, അപ്യാഗതാഭി വന്നവരായ, അഭിൻ അടുക്കൽ, അപ്യാഗതാഭി വന്നവരായ, വൃജസുന്ദരീഭി ഗോപവനിതമാരാൽ, അപേക്ഷ്യമാണ നോക്കപ്പെടുന്നവനും, മുക്തസ്മിതാർദ്രവദന മനോഹരമായി പുഞ്ചിരിക്കുന്ന മുഖമുള്ളവനും, കരുണാവലോകി
കരുണയോടുകൂടി നോക്കുന്നവനും നിസീമകാന്തി ജലതി അനന്തശോഭയ്ക്കിരിപ്പിടവുമായ ത്വം അങ്ങേ വിശ്വൈക ഹൃദ്യ എല്ലാവർക്കും ഒരേ ഒരു പ്രിയപ്പെട്ടവനും പരമേശനുമായ ഭഗവാൻ മേ ഭക്തനായ എൻ്റെ രോഗങ്ങളെ ഹര നശിപ്പിച്ചാലും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സാരം: അടുത്തു വന്ന് ഗോപികമാരാൽ പ്രേമ പ്രകർഷത്തോടുകൂടി കാണപ്പെടുന്നവനും മനോഹരമായ മന്ദഹാസം കൊണ്ട് സ്നേഹമസൃണമായ മുഖമുള്ളവനും കരുണാകടാക്ഷത്തോടുകൂടിയവനും അനന്ത സൗന്ദര്യ ജലനിധിയുമായി ആയിരിക്കുന്ന പരമേശനായ ഭഗവാൻ എൻ്റെ രോഗങ്ങളെ നശിപ്പിക്കുമാറാകട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. 65-ാം ദശകം സമാപ്തം. ഹരി ഓം.